ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട താരം പാർവതിയുടെ പിറന്നാളാണ്. പാർവതിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച് ആദ്യം എത്തിയത് ജയറാം തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട അച്ചുവിന് ആശംസകൾ, ഇങ്ങനെ പറഞ്ഞായിരുന്നു ജയറാം എത്തിയത്. ജയറാമിൻ്റെ പ്രിയപ്പെട്ട അശ്വതിയാണ് പാർവതി. അശ്വതി എന്നാണ് പാർവതിയുടെ യഥാർത്ഥ പേര്. സിനിമയിലാണ് പാർവതി എന്ന പേര് ലഭിച്ചത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ മറ്റുമെല്ലാം അശ്വതി എന്ന് തന്നെയാണ് താരം പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പേരിനോടാണ് ശരിക്കും പറഞ്ഞാൽ പാർവതിക്കൊരു ചെറിയ താല്പര്യ കൂടുതൽ എന്ന് പ്രേക്ഷകർ തന്നെ ശ്രദ്ധിച്ചു പറയുന്നുണ്ട്. ജയറാം സ്നേഹിച്ചതും ജയറാം വിളിച്ചതുമെല്ലാം അശ്വതി എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അശ്വതി എന്ന് കൂടുതൽ പേരും വിളിക്കാൻ പാർവതി ആഗ്രഹിക്കുന്നത്. എന്നാൽ മലയാളികളുടെ പാർവതി തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. ഇപ്പോഴിതാ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത് പാർവതിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചു തന്നെയാണ് എന്ന് പറയാം. പാർവതിയുടെ പിറന്നാൾ ആശംസകളോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇപ്പോൾ വൈറലാവുകയാണ്. കണ്ണൻ, മാളവിക തുടങ്ങി എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുകയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയാണ് എന്നുകൂടി പറയാം. ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. പാർവതിക്ക് ആശംസകൾ അറിയിച്ചത് ഏറ്റവും ഒടുവിലത്തെ എടുത്ത ചിത്രം പങ്കുവച്ചുകൊണ്ടാണ്. ജയറാമും മക്കളും എല്ലാവരും കൂടി ഈ ഇടയ്ക്ക് കൂടി ഒരു യാത്ര പോയിരുന്നു. ആ യാത്രയിലെടുത്ത ചിത്രമാണ് ജയറാം പങ്കുവച്ചിരിക്കുന്നത്. പുറത്ത് രാത്രി നല്ല മഞ്ഞ് വീഴുന്ന സമയത്തെടുത്ത ചിത്രമാണിത്. പാർവതിയും ജയറാമും മക്കളോടൊപ്പം ഇപ്പോൾ ഒരുപാട് യാത്രകൾ പോകാറുണ്ട്. ചക്കിയും നവനീതും അതുപോലെ കണ്ണനും താരണിയും ഒരുമിച്ചെത്തുന്ന നിമിഷങ്ങൾ ഇവർ വളരെയധികം ആസ്വദിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ മലയാളികൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏറ്റെടുക്കുന്നൊരു ചിത്രം തന്നെയാണിത്. പ്രേക്ഷകർ വളരെയധികം തന്നെ സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം. ജയറാമും പാർവതിയും ഇപ്പോൾ മക്കളോടൊപ്പം സമയം അടിച്ചു പൊളിക്കുകയാണ്. മുൻപൊക്കെ തന്നെയും മക്കളോടൊപ്പം ഇത്രയും അധികം സമയം ചിലവഴിക്കുമായിരുന്നു എന്ന് സംശയമാണ്. എന്നാൽ ഇപ്പോൾ സിനിമയെല്ലാം കുറച്ചിട്ട് ജയറാം കൂടുതലും കുടുംബത്തോടൊപ്പമാണ് സമയം ചിലവഴിക്കുന്നത്. പാർവതി ഇപ്പോൾ ഭൂരിഭാഗം സമയത്തും കുടുംബത്തോടൊപ്പം തന്നെ വെളിയിലുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും അത് കാണാറും ആസ്വദിക്കാറുമുണ്ട്. ചക്കിയും കണ്ണനും എല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട്. ഇപ്പോൾ താരണി കൂടെ ചേർന്നതിന് ശേഷം പാർവതിക്കൊരു കൂട്ടുകൂടിയാണ്. മാളവിക വിദേശത്തേക്ക് പോയതിനു ശേഷം ഇപ്പോൾ താരണിയോടൊപ്പം തന്നെയാണ് കൂടുതൽ സമയവും പാർവതി കഴിയാറുള്ളത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് പറയാം. ആരാധകർ ഇപ്പോൾ വളരെയധികം സ്നേഹത്തോടെയാണ് പാർവതിയുടെ ഈ വാർത്ത ഏറ്റെടുക്കുന്നത്. ഇന്ന് പാർവതിക്ക് പിറന്നാളാണ് എന്ന് കാളിദാസും താരണിയും മാളവികയും എല്ലാം ഒരുമിച്ച് തന്നെയാണ് പങ്കുവച്ചത്. അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ജയറാമിൻ്റെ വീഡിയോ കൂടി ഏറ്റെടുക്കുന്നത്. ഇതോടെ സോഷ്യൽ മീഡിയ എടുക്കുന്ന ഏറ്റവും നല്ല വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്തുവെന്ന് പറഞ്ഞേ മതിയാകൂ. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് കാണുന്നതും പ്രതികരിക്കുന്നതും എല്ലാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.